അമ്മൂട്ടി ഉണർന്നില്ലേ മോളെ? രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്ന അച്ചൂട്ടിയോട് ശ്രീ തിരക്കി. ഇല്ലമ്മ, ചേച്ചി രാത്രി ഉറങ്ങാനും ഒരുപാട് വൈകിയെന്ന് തോന്നും. ഞാൻ ഉറങ്ങാൻ വരെയും ഇടയ്ക്കിടെ ഫോൺ എടുത്ത് നോക്കി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ടായിരുന്നു. അച്ചൂട്ടി രാത്രിയിലെ കാര്യങ്ങൾ ആലോചിച്ചെടുത്തിട്ട് പറഞ്ഞു. ഈയിടെയായിട്ട് അതിന് നേരെ ചുവയോ ഉറക്കവുമില്ല, ഊണുമില്ല. അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കുന്നവളിപ്പോൾ കുറച്ചുകൂടെ ഒതുങ്ങിപ്പോയി. വിശ്വനെ പിരിഞ്ഞു നിൽക്കുന്ന സങ്കടം തന്നെയാണ് അവൾക്ക്. അതറിയാതെയല്ല, പക്ഷെ അത് പറ്റില്ലല്ലോ. അവൻ്റെ ജോലിയുടെ സ്വഭാവം അങ്ങനെയല്ലേ. ആ ചുറ്റുമുള്ള പോകും മുൻപ് അമ്മൂട്ടിയോടൊന്ന് സംസാരിക്കണം കേട്ടോ. ഞങ്ങൾ അവളെ എത്ര ചേർത്ത് പിടിച്ച് നിർത്തിയാലും വിശ്വനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവൾക്ക്. അത് അവൾ അറിയാതെ ഇരിക്കാനാണ് ഒരു ചിരിയും ചുണ്ടിലൊട്ടിച്ച് നടക്കുന്നത്. ഒരമ്മയുടെ ആകൃതയുടെ ശ്രീകുട്ടി പറഞ്ഞു. ഞാൻ സംസാരിക്കാമേ, പക്ഷേ നമ്മൾ എന്തു പറഞ്ഞാലും എത്ര സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും വിച്ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് സന്തോഷം ഉണ്ടാകും. അച്ചൂട്ടി ചെറു ചിരിയോടെ പറഞ്ഞു. അച്ചൂട്ടി പറഞ്ഞത് കേട്ട് ശ്രീ ഒന്ന് മോളി. നിനക്കിന്ന് ഒരു ദിവസം കൂടെ ഇവിടെ നിന്നോട് അച്ചൂട്ടി? രാവിലെ ധൃതി പിടിച്ച് പോകാൻ ഇറങ്ങുന്നവരോട് അമ്മൂട്ടി ചോദിച്ചു. എൻ്റെ ചേച്ചി, ഇപ്പം പോയി ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കയറാം. ഒത്തിരി പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ ചേച്ചിക്കറിയാലോ. നീ വിച്ചുചേട്ടനെ കൂട്ടി അങ്ങോട്ട് വാ, നമുക്ക് അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങ് പോരാമെന്നേ. അമ്മൂട്ടിയുടെ കവൾ പിടിച്ചൊന്ന് വലിച്ചു വീട്ടുകൊണ്ട് അച്ചൂട്ടി പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വന്നാലും നിനക്ക് തിരക്കാവില്ലേ? പിന്നെ എങ്ങനെ കറങ്ങാൻ പോകും? പിണക്കത്തോടെ ചോദിച്ചുകൊണ്ട് അച്ചൂട്ടിക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറെടുത്ത് ബാഗിൽ വെച്ചു കൊടുത്തു അമ്മൂട്ടി. എൻ്റെ പൊന്നു ചേച്ചി, നിന്നെ ആരെ ടീച്ചറാക്കിയത്? ഞാനൊരു ഓളത്തിന് പറഞ്ഞതല്ലേ എൻ്റെ പൊന്നെ കറങ്ങാൻ പോകാമെന്നൊക്കെ. ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കവളിൽ മെല്ലെ ഉമ്മ വെച്ചുകൊണ്ട് അച്ചൂട്ടി പറഞ്ഞതും അവളെ കുറുപോടെ കണ്ണുകൾ തുറച്ചു നോക്കി അമ്മൂട്ടി. ഓ, ഞാനൊരു മണ്ടി, നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു പോയി. വീർത്ത മുഖത്തോടെ തന്നെ അമ്മൂട്ടി പറഞ്ഞു. എൻ്റെ ചേച്ചി പെണ്ണിൻ്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയല്ലോ. ഇപ്പോൾ എപ്പോഴും കുഞ്ഞി പിള്ളേരെ പോലെ പിണക്കാണല്ലോ. പോലീസ് അമ്മാനോട് ഞാൻ വിളിച്ച് പറയുന്നുണ്ട്, ഈ ടീച്ചർക്ക് ഇപ്പോൾ എപ്പോഴും സങ്കടമാണെന്ന്, ഭയങ്കര ദേഷ്യവും പിണക്കവും ഒക്കെയാണെന്നും. ഈ വലിയ ടീച്ചർ ഇപ്പോൾ വന്ന് കുഞ്ഞി പിള്ളേരെ പോലെയായിരുന്നു, എന്തെങ്കിലും ചെയ്തേ പറ്റും എന്നൊക്കെ. അമ്മൂട്ടി ചുറ്റിപ്പിടിച്ച് നെഞ്ചോരം ചേർത്ത് വെച്ചുകൊണ്ട് അച്ചൂട്ടി പറഞ്ഞു. എനിക്ക് എന്തൊക്കെ മാറ്റം തോന്നും അച്ചൂട്ടി, നിനക്കിപ്പോൾ തോന്നിയില്ലേ? എനിക്ക് തന്നെ എന്നെ ഇഷ്ടമാവുന്നില്ല. ഞാൻ ഒരുപാട് മാറിപ്പോയതുപോലെ. എനിക്ക് ചിലപ്പോഴൊക്കെ കാരണം അറിയാതെ സങ്കടം തോന്നും, ചിലപ്പോഴൊക്കെ ദേഷ്യം. സ്കൂളിൽ പോയാൽ ക്ലാസ് പോലും നേടിയെടുക്കാൻ കഴിയാത്തതുപോലെ. ഇതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെ അമ്മയോടോ അച്ഛനോടോ പറഞ്ഞാൽ അവർക്ക് സങ്കടമായാലോ? വിച്ചേട്ടനോട് പറയാമെന്ന് വെച്ചാൽ ആൾക്ക് ട്രാൻസ്ഫർ ശരിയാകാത്തതിൽ ടെൻഷനുണ്ട്. പിന്നെ ആശാനിയുടെ പ്രവൃത്തിയിൽ വിഷമമുണ്ട്. ഇതിൻ്റെ കൂടെ എൻ്റെ സങ്കടം കൂടെ പറഞ്ഞ് വിഷമിപ്പിക്കാൻ തോന്നുന്നില്ല. വിങ്ങി പൊട്ടിക്കൊണ്ട് അമ്മൂട്ടി പറഞ്ഞു. അയ്യേ, എൻ്റെ ചേച്ചി പെണ്ണ് സ്ട്രോങ് അല്ലേ? ഇങ്ങനെ തൊട്ടാവാടി ആവല ചേച്ചി. നിന്നെ കണ്ടല്ലേ ഞാൻ ഇത്രയും ബോൾഡായത്. എന്നിട്ടിപ്പോൾ നീ കുഞ്ഞി പിള്ളേരെ പോലെ. ഇതിപ്പോൾ വിജയചേട്ടനെ കണ്ടാൽ തീരാനുള്ള വിഷമവും ദേഷ്യവും ഉള്ളൂ നിനക്ക്. ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്താണെന്നറിയാമോ? വിജയചേട്ടനെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. വിജയചേട്ടൻ്റെ അമ്മൂട്ടി ചേച്ചിക്ക് ഇപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതലിഷ്ടം ആ പോലീസ് അമ്മാനോടായതുകൊണ്ടുള്ള പ്രശ്നമാണിത്. അമ്മൂട്ടിയും ചേർത്ത് പിടിച്ചിരുന്ന അവളുടെ സങ്കടങ്ങളൊക്കെ കേട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് അച്ചൂട്ടി പറഞ്ഞു. എനിക്ക് സങ്കടമാണെന്ന് ഒന്നും വിജയേട്ടനോട് പറയണ്ട കേട്ടോ അച്ചൂട്ടി. പാവത്തിന് അല്ലെങ്കിൽ തന്നെ ജോലിയിലും കുടുംബത്തിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി ഞാനും കൂടെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ഉടനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും, അതോടെ എല്ലാം ശരിയാകും. സ്വയം ആശ്വസിക്കാൻ എന്ന പോലെ അമ്മൂട്ടി പറഞ്ഞു. അവിടെ വിചേട്ടൻ വീടെടുത്തിട്ടുണ്ടല്ലോ ചേച്ചി, നിനക്ക് കുറച്ച് ദിവസം ലീവ് എടുത്ത് അവിടെ പോയി നിന്നിവിടെ. ഇങ്ങനെ ഇവിടെയും അവിടെയും നിന്ന് സങ്കടപ്പെടുന്നത് നല്ലതല്ലേ? കുഞ്ഞുനാൾ ചേച്ചിയെപ്പോലെ പക്വതയോടെ പെരുമാറാൻ ഒരുപാട് കൊതിച്ച ചേച്ചിയെ മാതൃകയാക്കിയ അച്ചൂട്ടി ഇപ്പോഴത്തെ അമ്മൂട്ടിയുടെ ഈ വിഷമാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അമ്മൂട്ടി ചേച്ചിയുടെ വിചേട്ടൻ കൂടെ ഉണ്ടായാൽ തീരാനുള്ള പ്രശ്നമേ ചേച്ചിക്കുള്ളൂ. അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഇരുവരും. നാളെ ഒരിക്കൽ ദർശൻ്റെ കാര്യം വരുമ്പോൾ താനും ഇതുപോലെ ആയിരിക്കും. ചോദിക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തിനൊപ്പം നേർത്തൊരു ചിരി വിരിഞ്ഞു അച്ചൂട്ടിയിൽ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അങ്ങോട്ട് പോയാൽ വിജയേട്ടന് എത്ര തിരക്കാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് പോരേണ്ടി വരും. പിന്നൊന്ന് എനിക്ക് ഒരുപാട് ലീവ് എടുത്ത് മാറി നിൽക്കാനും പറ്റില്ല. അപ്പോൾ എൻ്റെ വിജയേട്ടന് ഇങ്ങോട്ട് ഒരു മാറ്റം കിട്ടും വരെയും ഞങ്ങൾ ഫോണിലൂടെ കഥ പറഞ്ഞും വീഡിയോ കോളിലൂടെ കണ്ടും ഒക്കെ ഇങ്ങനെ പോട്ടെ. അനീത്തിയുടെ കണ്ണിൽ പടർന്ന കന്മഷി തൂത്ത് കളഞ്ഞിട്ട് തൊണ്ടൊന്ന് ഇടറിയെങ്കിലും ചിരിയോടെ തന്നെ പറഞ്ഞു അമ്മൂട്ടി. എന്ന് വെച്ച് എന്നിങ്ങനെ അവിടെയും ഇവിടെയുമായിട്ട് നിന്ന് വിഷമിപ്പിക്കാൻ പറ്റുമോ? നീ അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കണം പറഞ്ഞുകൊണ്ട് പെണ്ണ് ഗൗരവത്തോടെ ചേച്ചിയെ നോക്കി. ഞാൻ ഹാപ്പി അല്ലെന്ന് ആരടി പറഞ്ഞത്? പിന്നെ വിച്ചേട്ടൻ കൂടെ ഇരുന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. അതൊക്കെ സ്വാഭാവികമല്ലേ, പതിയെല്ലാം ശരിയായിക്കോളും, നീ പോയിട്ട് വാ. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നിറച്ച് ബാഗ് അടച്ചുകൊണ്ട് അമ്മൂട്ടി പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും പറയാതെ ബാഗുമെടുത്ത് അച്ചൂട്ടി പുറത്തേക്ക് വരുമ്പോൾ പതിവ് പോലെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ ബാലു റെഡി നിൽപ്പുണ്ടായിരുന്നു.
ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇലക്ഷനടുത്ത് കാണാം. അത് കഴിഞ്ഞിട്ട് വിച്ചേട്ടന് ട്രാൻസ്ഫർ ഉള്ളെന്ന് ഉറപ്പായി. അതോടെ അവൻ പറ്റുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ 2-3 ദിവസത്തെ ലീവ് ഒപ്പിച്ച് അമ്മൂട്ടി അവൻ്റെ അടുത്തേക്ക് പോവുകയോ ചെയ്തു. അല്ലാത്തപ്പോൾ ഫോണിലൂടെ ആണെങ്കിലും അവരുടെ പ്രണയം പഴയതിലും ശക്തമായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇലക്ഷന് തിരക്ക് കാണും. ഒരാഴ്ചയോളമായി രണ്ടും പരസ്പരം കണ്ടിട്ട്. അങ്ങനെ പോകെ അന്നൊരു വൈകിട്ട് സ്കൂൾ വിട്ട് അമ്മൂട്ടി ഹൈസ്കൂളുകാരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റാഫ് റൂമിന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ശ്രീ. അമ്മ പോയില്ലേ, ആരൂട്ടൻ പിണങ്ങുമെന്നും സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീക്കരികിലേക്ക് വന്നു അമ്മൂട്ടി. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നിന്നെ കിളിക്കൂട്ടിൽ വിട്ടിട്ടേ വരുമെന്ന്. അവൾക്കൊപ്പം നടക്കുമ്പോൾ ശ്രീ പറഞ്ഞു, ഇന്ന് എന്തിനാ കിളിക്കൂട്ടിൽ പോകുന്നത്? ഇനി വീച്ചേട്ടൻ വന്നിട്ടേ ഞാൻ അങ്ങോട്ടുള്ളൂ. അമ്മൂട്ടി കുഞ്ഞൊരു വിഷമത്തോടെ പറഞ്ഞു, വീച്ചേട്ടൻ്റെ കൂടെ നീ അവിടെ പോയി താമസിച്ചാൽ മതി. പക്ഷെ ആ ചെക്കൻ്റെ എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് ആ വീടെന്നറിയാലോ മോളെ. അതൊന്നും വല്ലപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടേ അമ്മൂട്ടി. പിന്നിലിരിക്കുന്നവരോടായി ചോദിച്ചു ശ്രീ. കഴിഞ്ഞ ഞായറാഴ്ച വീച്ചേട്ടൻ വന്നില്ലേ? അപ്പം ഞങ്ങൾ രണ്ടാളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു. എന്നാലും ഒരാഴ്ച കഴിഞ്ഞില്ലേ, ഇന്നിപ്പോൾ ഞാൻ വൃത്തിയാക്കാം. അന്നത്തെ വീട് ക്ലീൻ ചെയ്യലും അതിനിടയിലെ പ്രണയ നിമിഷങ്ങളും ഓർത്ത് പൂത്തുലഞ്ഞ് മനസ്സോടെ അമ്മൂട്ടി പറഞ്ഞു, എന്നാൽ അമ്മ ഇപ്പോൾ പോവുക, ഇല്ലെങ്കിൽ ആ ചെറുക്കൻ വീട് തിരിച്ചു വയ്ക്കും. എല്ലാം കഴിയുമ്പോൾ അച്ഛ വരും നിന്നെ വിളിക്കാൻ. അതോടെ അമ്മ കൂടെ നിൽക്കണോ? അവളെ കിളിക്കൂടിൻ്റെ ഗേറ്റിൻ്റെ മേലിൽ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ശ്രീ ചോദിച്ചു, വേണ്ട, കഴിയുമ്പോൾ ഞാൻ അച്ഛയെ വിളിച്ചോളാം. ഗേറ്റ് തുറന്നുകൊണ്ട് തന്നെ അവൾ മറുപടി പറഞ്ഞു. അമ്മൂട്ടി പറഞ്ഞതും നേർന്നിരന്ന് മൂടിക്കൊണ്ട് നിറഞ്ഞ ചിരിയുടെ വണ്ടി ഓടിച്ചു പോയി ശ്രീ. വാതിൽ തുറന്ന് വീടിനുള്ളിലേക്ക് കയറുമ്പോൾ അമ്മൂട്ടിക്ക് വിശന്നില്ലാതെ ഇങ്ങോട്ട് വന്നതിൽ ചെറിയൊരു സങ്കടം തോന്നി. അവരൊപ്പമാണ് ആദ്യമായി ഈ വീടിൻ്റെ പഴി കയറി വന്നത്. അതൊരു ആഗ്രഹമായിരുന്നു. അവനൊപ്പം ഇല്ലാതെ ഈ വീടിൻ്റെ നായികയാവാതെ ഈ പടി കടക്കിലെന്ന മനസ്സിലെന്ന് ഉറപ്പിച്ചതായിരുന്നു. ആ കൈ കൊണ്ടൊരു തരിപ്പൊന്ന് കഴുത്തിൽ ചാർത്തിയ അന്ന് മുതൽ ഈ കഴിഞ്ഞ 4 മാസവും ആ ഒരുവനൊപ്പമേ ഞങ്ങളെ കിളിക്കൂട്ടിലേക്ക് ഞാൻ വന്നിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കുള്ള ഈ വരവ്. ഹാളിലെ ചുവരിൽ പതിപ്പിച്ച തങ്ങളുടെ പല പോസിലുള്ള കല്യാണ ഫോട്ടോസിൽ മെല്ലെ തലോടിക്കൊണ്ട് ഒരു ദീർഘവിശ്വാസത്തോടെ ഓർത്തു അമ്മൂട്ടി. അമ്മ പറഞ്ഞ പോലെ എൻ്റെ വിച്ചേട്ടൻ്റെ സ്വപ്നമല്ലേ ഈ കിളിക്കൂട്, അത് പൊടി പിടിച്ച് കളയില്ല കേട്ടോ. ഈ അമ്മൂട്ടി ഫോട്ടോയിൽ മീശത്തുമ്പിൽ കടിച്ചു പിടിച്ച ഒരു ചിരിയോടെ തന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവൻ്റെ മുഖത്ത് മൃദുവായിന്ന് തലോടിക്കൊണ്ട് അമ്മൂട്ടി പറഞ്ഞു, കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോ ശ്രീകുട്ടി. ഒറ്റയ്ക്ക് നിന്നോളും അവള്. പേടിയുണ്ടാവും എന്തോ അതിന്. സ്കൂട്ടി കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തിയതും ഉമ്മർത്ത് കാൽ നീട്ടിയിരിക്കുകയായിരുന്ന രാഗിണി അവളോട് പറഞ്ഞു, കൊണ്ടുപോയി വിട്ടു. വീടൊക്കെ വൃത്തിയാക്കുന്ന നേരം അച്ഛനെ വിളിക്കാൻ ചെല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് പേടിയൊന്നുമില്ലമ്മ, വിശന്നില്ലാത്തതിൻ്റെ വിഷമം ഉണ്ടാവും. പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീ ബാഗുമെടുത്ത് വീടിനുള്ളിൽ കയറി. കൊച്ചിനെ ഒറ്റയ്ക്കാക്കി പോരേണ്ടിയിരുന്നില്ല അല്ലെ നാത്തൂനെ? മുറ്റത്തെ അയിൽ ഉണങ്ങിക്കിടന്ന തുണികൾ പെറുക്കി എടുത്തുകൊണ്ട് കയറി വന്ന വിലാസിനോട് രാഗിണി പറഞ്ഞു. അവിടെ പേടിക്കാനൊന്നുമില്ല എൻ്റെ രാഗിണി, തൊട്ട് വീടുണ്ട്. എല്ലാ വീട്ടിലും താമസക്കാരും നല്ല സഹകരണമുള്ളവരുമാണെന്നേ. പിന്നെ അവനും ഇങ്ങ് എത്താനായല്ലോ. തുണികൾ കസാരയിൽ വെച്ചിട്ട് വിലാസിനെ പറഞ്ഞു, അവൻ്റെ ഒരാഗ്രഹമല്ലേ, നാളെ ഭാര്യയുടെ പിറന്നാളായിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നത്. ചായയുമായി വന്ന് അമ്മമാർക്ക് അടുത്തിരുന്നുകൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു, അതിനിന്ന് ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ പിറന്നാൾ ആശംസിച്ചാൽ ശരിയാവില്ലേ? ആ കൊച്ചിനെ ഈ വൈകിയ നേരത്തെ 3-4 മണിക്കൂർ ഒറ്റയ്ക്ക് ഇരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ആ ചെറുക്കന്. അമ്മൂട്ടി കിളിക്കുട്ടിൽ തനിച്ചാക്കിയത് അത്ര പിടിക്കാതിരുന്ന രാഗിണി പറഞ്ഞു, അതൊക്കെ കൊച്ചുമൻ രാവിലെ ഇങ്ങ് വരുമല്ലോ, അന്നേരം നേരിട്ട് തന്നെ ചോദിക്കേ. ശ്രീകുട്ടി ചിരിയോടെ പറഞ്ഞു, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാണ് എൻ്റെ രാഗിണി, നമ്മുടെ കാലം പോലെയൊന്നും അല്ലല്ലോ. അവള് അവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ എന്തായാലും പെട്ടെന്ന് പോന്നോളും. രാഗിണിക്ക് ഒരു സമാധാനത്തിനെന്ന പോലെ വിലാസിനി പറഞ്ഞു. ഞാൻ വിളിച്ചിരുന്നു, അവനിങ്ങ് എത്താറായി. ആരൂട്ടനുമായി പറമ്പിൽ നിന്ന് കയറി വന്ന ബാലു പറഞ്ഞു, നീ യൂണിഫോം പോലും മറന്നേ അച്ഛനൊപ്പം പോയടാ. ഈ കുഞ്ഞേട്ടനാണ് ചെക്കനെ വഷളാക്കുന്നത്. ആരൂട്ടനെ നോക്കിക്കൊണ്ട് കണ്ണൊട്ടിക്കൊണ്ട് ശ്രീ തിരക്കി. ഞാൻ പറഞ്ഞതാടി ഇവൻ കേട്ടില്ല, എൻ്റെ പിന്നാലെ ഓടി പറമ്പിലേക്ക് വന്നതാണ്. ശ്രീയെ നോക്കി പാവം പോലെ പറഞ്ഞിട്ട് തന്നെ ബാലു അകത്തേക്ക് കയറിപ്പോയി. വാട ഇങ്ങോട്ട്. ദേഷ്യത്തിൽ ചെക്കനോട് പറഞ്ഞിട്ട് ബാലുവിൻ്റെ പിന്നാലെ ആരൂട്ടനെയും പിടിച്ച് ശ്രീ അകത്തേക്ക് പോകെ അവളുടെ മുഖത്ത് ദേഷ്യം കാണെ അമ്മമാർ രണ്ടും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പോയി. വീടൊക്കെ തൂത്ത് തുടച്ചു കഴിഞ്ഞ് മുറ്റമൊന്ന് അടിച്ചു വാരി ചപ്പൻ ചവറുമൊക്കെ കൂട്ടിയിട്ട് തീയിട്ട ശേഷം ഇത്തിരി കട്ടനും കൂടെ ഇട്ട് വെച്ചിട്ടാണ് അമ്മൂട്ടി കുളിക്കാൻ കയറിയത്. കുളി കഴിഞ്ഞ് വന്ന് ആ കട്ടനും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നതും കൂടെ കഴിക്കാം എന്നൊക്കെ കണക്ക് കൂട്ടിയാണ് മുൻവാതിൽ പൂട്ടിയ ശേഷം അമ്മൂട്ടി കുളിക്കാൻ കയറിയത്. കൂടി കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തോ അവൾക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായിട്ടാണ് ആള് കട്ടനും കൂടെ കഴിക്കാൻ അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ഓറിയോ ബിസ്ക്കറ്റും എടുത്ത് ഹാൾ വന്നിരുന്നു അമ്മൂട്ടി. ബിസ്ക്കറ്റ് കയറെടുത്ത അമ്മൂട്ടിക്ക് മുൻപ് വിച്ചൻ അതിൻ്റെ ക്രീം മാത്രം തോണ്ടി തിന്നത് ഓർമ്മ വന്നു. അതോർത്തൊരു കുഞ്ഞു ചിരിയുടെ ബിസ്ക്കറ്റ് കട്ടനിൽ കുതിർത്ത് വായിലേക്ക് വെച്ചതും കോളിംഗ് ബെൽ മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു. അച്ഛയാകും, ഇത്ര പെട്ടെന്ന് നേരായോ? ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കി സ്വയം പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. വിച്ചേട്ടാ,
വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്നവനെ കാണി കുട്ടികളെപ്പോലെ അലറിക്കൂവി വിളിച്ചുകൊണ്ട് പാഞ്ഞു ചെന്ന് അവനെ നെഞ്ചരും ചേർന്ന് ചുറ്റിപ്പിടിച്ചു അമ്മൂട്ടി. എൻ്റെ അമ്മൂട്ടി ചേച്ചിയേ! അധിക സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവളെ ഇരു കൈയിലും ഉയർത്തി എടുത്ത് അകത്തേക്ക് കയറി വിച്ചൻ. വാതിൽ കുറ്റിയിടമ്മൂട്ടി. അവളുടെ കവിളിൽ മീശ കൊണ്ടെന്ന് ഉരസിക്കൊണ്ട് വിച്ചൻ പറഞ്ഞു. കൈയെത്തിച്ച് വാതിൽ കുറ്റിയിട്ട ശേഷം വിച്ചന്റെ കവിളിന്ന് അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവളെ സന്തോഷം പ്രകടിപ്പിച്ച പെണ്ണ്. ഒച്ചയ്ക്ക് വിളിച്ചപ്പോഴിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യം എന്താ പറയാഞ്ഞത്? ഭാഗം നിരത്തേക്കിട്ടിട്ട് അമ്മൂട്ടി മടിയിലെത്തി സെറ്റിലേക്ക് ചാഞ്ഞിരുന്നവന്റെ കവിളിൽ കൈ ചേർത്ത് വെച്ച് അവൾ ചോദിച്ചു. പറഞ്ഞിട്ടാണ് വന്നതെങ്കിൽ എൻ്റെ അമ്മൂട്ടി ചേച്ചിയുടെ മുഖത്തെ ഈ സന്തോഷം കാണാൻ കഴിയോ? അവളെ വരഞ്ഞു മുറുക്കി നെഞ്ചിൽ ചേർത്തുകൊണ്ട് വിച്ചൻ തിരക്കി. പറഞ്ഞിട്ട് വന്നാലും പറയാതെ വന്നാലും എൻ്റെ വിച്ചേട്ടൻ കൂടെയുള്ളത് അമ്മൂട്ടിക്ക് എപ്പോഴും സന്തോഷം തന്നെയാണ് പറഞ്ഞുകൊണ്ട് അവന്റെ മുഖം പിടിച്ചു താഴ്ത്തി അവന്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്ന അമ്മൂട്ടി. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അത്രയേറെ സന്തോഷമാണോ എൻ്റെ അമ്മൂട്ടി ചേച്ചിക്ക്? അവളെ ചുണ്ടുകളിൽ കൊതിയോടെ നോക്കി വിച്ചൻ ചോദിച്ചു. പെണ്ണ് മെല്ലെ എന്ന് മൂടിയ ശേഷം ആ ചുണ്ടുകളെ ആഴത്തിൽ വിച്ചൻ നുണഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. അമ്മൂട്ടി! ഏറെ നേരത്തെ മധു നുകരലിന് ശേഷം തളർന്ന നെഞ്ചോട് ഒട്ടിച്ചേർന്ന പെണ്ണെ ഒന്നുകൂടി ഒതുക്കി പിടിച്ചുകൊണ്ട് വിച്ചൻ വിളിച്ചു. മെല്ലെ ഒരു മൂളലോടെ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അമ്മ എന്നെ വിളിച്ചിരുന്നു കുറച്ചു മുൻപ്. തന്നെ കണ്ണിമ മായ്ക്കാതെ നോക്കുന്ന പെണ്ണെ നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. എന്തേ അമലേച്ചിക്ക് പെയിൻ വന്നോ വിച്ചേട്ടാ? വാവ വരാനായോ? രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞതും നാളെയാണ് അഡ്മിറ്റ് എന്ന്. പെണ്ണവൻ്റെ മടിയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. പെയിൻ വന്ന് അഡ്മിറ്റ് ആക്കിയെന്ന് പറയാൻ തന്നെയാണ് വിളിച്ചത്. കൂടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. വെറും നിലത്തേക്ക് അവളെ എടുത്ത് കിടത്തി അവളുടെ മേലേക്ക് ചാഞ്ഞുകൊണ്ട് വിച്ചൻ പറഞ്ഞു. എന്തു പറഞ്ഞെന്ന പോലെ കണ്ണുകൾ വിളർത്തി അവൻ നോക്കി അമ്മൂട്ടി. അത് പിന്നെ പറയാൻ മടിച്ചുകൊണ്ട് അവളെ നോക്കി. എന്താ പറഞ്ഞെന്ന് പറയിച്ചേട്ടാ? അവൻ്റെ തലമുടി ഒന്ന് ഉലച്ചു വിട്ടുകൊണ്ട് അമ്മൂട്ടി പറഞ്ഞു. അതുണ്ടല്ലോ അമ്മൂട്ടി, അമ്മയ്ക്ക് നമ്മുടെ ഒരു കുഞ്ഞിനെ കൂടെ കണ്ണിൽ സമാധാനമായെന്ന്. അമ്മൂട്ടിയുടെ കണ്ണുകളിൽ നോക്കി വിച്ചൻ പറഞ്ഞു കേട്ട് ആശാന്റെയോ അങ്ങനെ പറഞ്ഞെന്നോർത്ത് മിഴിഞ്ഞു പോയ കണ്ണുകളോടെ അവന് നോക്കി കിടന്നു പോയി പെണ്ണ്. എന്താടി പെണ്ണെ, നിനക്ക് വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അമ്മ പറഞ്ഞു. അമ്മൂട്ടിയുടെ ആ മീശ നോട്ടം കാണേ അവളെ കവളിൽ മീശ കൊണ്ടെന്ന് ഉരസിക്കൊണ്ട് വിച്ചൻ പറഞ്ഞു. എന്താടി, എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? താൻ പറഞ്ഞതിന് മറുപടി ഒന്നുമില്ലാതെ തൻ്റെ തലയിലും കഴുത്തിലുമൊക്കെ തപ്പിയും തൊട്ടുമൊക്കെ നോക്കുന്ന പെണ്ണിനോട് വിച്ചൻ തിരക്കി. ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് എൻ്റെ വിച്ചേട്ടൻ്റെ തലയിൽ അടി വലതും കൊണ്ടിട്ടുണ്ടോയെന്ന് നോക്കിയതാണ്. പറയുമ്പോൾ അന്തം വിട്ടൊരു നോട്ടത്തിന് ഒപ്പം പല്ല് മുഴുവനും കാണിച്ചൊരു ചിരി കൂടി ഉണ്ടായിരുന്നു അമ്മൂട്ടിയുടെ മുഖത്ത്. കളിയാക്കുന്നോടി ചോദിക്കുന്നതിനൊപ്പം ആ തൊടുത്ത കീശുണ്ടിൽ അമർത്തിയെന്ന് കാണിച്ചു വിച്ചൻ. വേദനയുടെ ഒന്ന് മൂളിപ്പിടഞ്ഞ അമ്മൂട്ടി അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. നിറഞ്ഞുപോയ കണ്ണുകളോടെ തന്നെ നോക്കി വിതുമ്പുന്നവളെ കണി വിച്ചൻ നെഞ്ചൊന്ന് പിടച്ചു. ഒത്തിരി നൊന്തോളാ എൻ്റെ അമ്മൂട്ടി ചേച്ചിക്ക്? അവളെ നിറഞ്ഞ കണ്ണുകളിലും വിറയ്ക്കുന്ന ചുണ്ടിലും ഉമ്മ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. പിന്നെ ഇങ്ങനെ കടിച്ചാ എനിക്ക് വേദനിക്കൂലേ? ചുണ്ട് മുറിഞ്ഞിട്ടുണ്ടാകും. അങ്ങോട്ട് മാർഗേ, ഞാൻ നോക്കട്ടെ. വിച്ചിന്റെ മുഖത്തേക്ക് നോക്കി അവൾ പിണക്കത്തോടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അമ്മൂട്ടി പറഞ്ഞു. ഇത്രയും എൻ്റെ കൊച്ചിന് നോവെന്ന് വിചാരിച്ചില്ല. വിച്ചേട്ടൻ നോവിച്ചെങ്കിൽ ആ നോവ് മാറ്റാനും വിച്ചേട്ടൻ അറിയാം. അവളെ മങ്ങിപ്പോയ മൂത്ത് നോക്കി പറഞ്ഞിട്ടവൻ ചുവന്നു പോയ ആ വിതുമ്പുന്ന ചുണ്ടുകൾ ഒരു നൊടി നീരം കൊണ്ട് നുണഞ്ഞെടുത്തു. വേദന മാറ്റലും പരിഭവും തെറുക്കലും മതനുകരലും കഴിഞ്ഞ് ഒരു പ്രണയ സംഗമം. ആഴ്ചകൾക്ക് ശേഷമുള്ളൊരു അതിതീവ്രമായ പ്രണയ സംഗമം തന്നെയായിരുന്നു അത്. അമ്മൂട്ടി! തളർന്ന് തന്നെ നെഞ്ചിൽ കിടക്കുന്നവളെ വിയർപ്പിൽ ഒട്ടിയ തലമുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട് വിച്ചൻ വിളിച്ചു. അവൾ നേർത്തൊന്ന് മൂളി. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അമ്മ ഇന്ന് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. അവളുടെ മുഖം മെല്ലെ പിടിച്ചുയർത്തി നെറ്റിയിൽ മുകർന്നുകൊണ്ട് വിച്ചൻ പറഞ്ഞു. വിച്ചേട്ടൻ കള്ളം പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞോ? അമ്മൂട്ടി കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. അങ്ങനെയല്ലടാ, അമ്മയിന്ന് കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ഞാനും ഒന്ന് ഞെട്ടി. പക്ഷേ ആ നിമിഷം മുതൽ ഒരു കുഞ്ഞ്, നമ്മുടെ പ്രണയത്തിന്റെ അംശം ഈ കുഞ്ഞു വയറിൽ വളർന്നതൊക്കെ ആലോചിച്ച് കൊതിയോടെ തോന്നിയടി അമ്മൂട്ടി നിലവിച്ചാണ്. അവളെ നിലത്തേക്ക് ചായച്ചു കിടത്തി ആ ഒതുങ്ങിയ വയറിൽ തലോടിക്കൊണ്ട് വിച്ചൻ പറഞ്ഞു. അവൻ പറഞ്ഞതൊക്കെ കേട്ടെങ്കിലും അമ്മൂട്ടി ഒന്നും വേണ്ടാതെ തിരിഞ്ഞു കിടന്ന് വിച്ചനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നതേയുള്ളൂ. അവളുടെ ഭാവങ്ങളെ വിച്ചന് സങ്കടം തോന്നി. അമ്മൂട്ടി ഇപ്പോൾ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന് തോന്നി വിച്ചന്. പിന്നെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാതെ അവളെ ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് കിടന്നു വിച്ചൻ. അമ്മൂട്ടി, നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിരിക്കുന്നത്? രാത്രി ഇടയ്ക്ക് എപ്പോഴോ ഉണർന്നപ്പോൾ അമ്മൂട്ടി അടുത്ത് കണഞ്ഞ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന വിച്ചൻ ഹാളിലെ സെറ്റിൽ കണ്ണുകളടച്ച് കിടക്കുന്നവളെ കണി വേപ്രാളത്തോടെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു. ഒന്ന് ഉറങ്ങി ഉണർന്നതാണ് വിച്ചേട്ടാ. പിന്നീട് ഉറക്കം വന്നില്ല. ഞാൻ തിരിഞ്ഞും പിരിഞ്ഞും കിടന്ന് വിച്ചേട്ടനെ ഉണർത്തണ്ടെന്ന് കരുതി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതാണ്. തന്നെ ചേർത്ത് പിടിച്ചവന്റെ ചുമടിൽ തല ചായച്ചിരുന്നുണ്ട് അമ്മൂട്ടി പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണോ വിച്ചേട്ടൻ അമ്മൂട്ടി ചേച്ചിയുടെ ഉറക്കം പോയത്? അതാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അത് ചിന്തിക്കേണ്ട. എനിക്ക് മറ്റെന്തെങ്കിലും വലുത് എൻ്റെ അമ്മൂട്ടിയാണ്. അമ്മൂട്ടി ചേച്ചിയുടെ സന്തോഷമാണ്
എപ്പോ ഒരമ്മ എവിടെന്ന് അമ്മൂട്ടി ആഗ്രഹിക്കുന്നോ അന്നേരം വിച്ചേട്ടന് ഒരച്ഛനായാൽ മതി. അവളെ ഒതുക്കി പിടിച്ച് നെഞ്ചോട് ചേർത്താൻ നെറ്റിയിൽ ചുണ്ടമർത്തി വെച്ചുകൊണ്ട് വിച്ചൻ പറഞ്ഞു, അങ്ങനെയല്ല വിച്ചേട്ടാ, എനിക്കൊരു അമ്മയവൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, കൊതിയാണ് ശ്രീയമ്മയെ പോലെ ഒരു അമ്മയവൻ. പക്ഷെ എത്രയൊക്കെ ശ്രീപ്രിയയുടെ മകളാണ് ആർദ്ര എന്ന് പറഞ്ഞാലും അതാവില്ല വിച്ചേട്ടാ. വിങ്ങിക്കരഞ്ഞുകൊണ്ട് അമ്മൂട്ടി പറയുന്നത് കേൾക്കി ആദ്യം ദേഷ്യം വന്നെങ്കിലും അവളുടെ പുറത്ത് പറയാതെ അടക്കി പിടിക്കുന്ന എന്തുകൊണ്ടെന്ന് തോന്നി വിച്ചന്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് മുഴുവൻ കേൾക്കണമെന്ന് തോന്നി അവൻ അവളെ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചു. ഭർത്താവിനെയും 2 പെൺമക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷന്റെ ഒപ്പം പോയ ഒരു സ്ത്രീയല്ലേ വിച്ചേട്ടാ എനിക്ക് ജന്മം തന്നത്. എനിക്ക് നമ്മുടെ കുഞ്ഞിന് നല്ലൊരു അമ്മയാവാൻ കഴിയോ? അതോ ആശാന്റി പറയുന്ന പോലെ വിച്ചേട്ടനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ശാപമായി ഞാനും തീരുമോ എന്നുള്ള പേടിയാണ് വിച്ചേട്ടൻ എനിക്ക്. അങ്ങനെ അമ്മൂട്ടിക്ക് ചെയ്യാൻ തോന്നിയാൽ എൻ്റെ ജീവൻ സ്വയം അവസാനിപ്പിച്ച് കളയും ഞാൻ. അവനെ വരിഞ്ഞു മുറുക്കി പിടിച്ച് ഏങ്ങിക്കരഞ്ഞിട്ട് അവൾ ചോദിക്കുന്നത് കേൾക്കെ വിച്ചിന് നെഞ്ചു പൊട്ടുന്ന നോവ് തോന്നി. അമ്മ പറഞ്ഞ വാക്കുകൾ അവളെ എത്രത്തോളം തകർത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു. അമ്മൂട്ടി മോളെ ഇവിടെ നോക്ക്. വിച്ചേട്ടനെ നോക്ക് അമ്മൂട്ടി. ആർത്ത് കരഞ്ഞ് തളർന്നു പോയുള്ള മുഖം 2 കൈകളിലുമായി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വിച്ചൻ പറഞ്ഞു. കരഞ്ഞു ചുവന്ന മുഖവും കണ്ണുകളുമായി അവൾ അവനെ നോക്കി. ഈ ലോകത്തിൽ വെച്ച് എന്തിനും ഏറ്റവും നല്ല ബെസ്റ്റ് അമ്മയെന്ന് എപ്പോഴും നീ പറയുന്ന ശ്രീയമ്മയെക്കാളും ഒക്കെ നല്ല അമ്മാവും എൻ്റെ അമ്മൂട്ടി. അതിന്റെ കാരണം എന്തെന്നറിയോ? അവളുടെ മുഖത്ത് ആകെ ഉമ്മ വെച്ചുകൊണ്ട് വിച്ചൻ ചോദിച്ചു. അവൾ കണ്ണുനീരോടെ തന്നെ ഇല്ലെന്ന മോളി, നീ ബാലുമാമന്റെ മകളാണ് അമ്മൂട്ടി. മക്കൾക്ക് വേണ്ടി ജീവിച്ച അച്ഛൻ്റെ മകൾ. അതുപോലെ നിങ്ങളെ വളർത്തിയത്, നിങ്ങൾ കണ്ടു വളർന്നത്, മക്കളെ എങ്ങനെ വളർത്തണമെന്നും മക്കൾക്ക് സ്നേഹമായാലും കരുതലായാലും എന്തെങ്ങനെ കൊടുക്കണമെന്ന് അറിയാവുന്നൊരു അമ്മയുടെ മകളായിട്ടാണ്. ആത്മവിശ്വാസത്തോടെ നിന്നെ തലയുയർത്തി നിൽക്കാൻ പഠിപ്പിച്ച അമ്മയുടെ പൊന്നുമോളാണ് നീ. ആ അച്ഛൻ്റെയും അമ്മയുടെയും മകൾക്ക് ഒരു നല്ല ഭാര്യ മാത്രമല്ല, ഏറ്റവും ബെസ്റ്റ് അമ്മയാവാനും പറ്റും. എൻ്റെ അമ്മൂട്ടിയെ കുറ്റം പറഞ്ഞവർ തിരുത്തി പറയുന്ന കാലം വിദൂരമല്ല. ഇനി അത് തെളിയിക്കേണ്ടത് എൻ്റെ അമ്മൂട്ടി ചേച്ചിയാണ്. പറഞ്ഞു തീർത്തവൻ താൻ പറയുന്നത് കാര്യമായി കേട്ട് തന്നെ നോക്കിയിരിക്കുന്നവളെ കണ്ണുനീരിപ്പ് പുരണ്ട കവളുകൾ ചുണ്ടു ചേർത്ത് വെച്ചു.